അവർ ശ്രദ്ധിച്ചതാണെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കൈ പോകേണ്ട ആവശ്യം വരില്ലായിരുന്നു. കാരണം ഇത്ര ദിവസവും അവൾക്ക് 2 കൈ ഉണ്ടായിരുന്നു. അവൾക്ക് ഇപ്പോൾ ഒരു കൈ ഇല്ലാണ്ടാകുമ്പോൾ ഭയങ്കര ഇതാണ്. ഞങ്ങൾ അന്ന് കൊണ്ടുവന്ന് അന്ന് കഴിയുന്നവരാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വലിയ ഹോസ്പിറ്റലിൽ നോക്കും. നമ്മൾ ഇപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ളതൊക്കെ. പക്ഷേ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ ഇങ്ങനെ ചെയ്താൽ നമ്മൾ പിന്നെ നാളെ നമ്മൾക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ ഇങ്ങനെ ഡോക്ടർമാരിൽ പിഴവ് കണ്ടെത്തിയതിനെ തുടർന്ന് അവർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ആ നടപടിയിൽ സന്തുഷ്ടയാണോ തൃപ്തയാണോ എന്ന കാര്യമൊക്കെ തന്നെ ഇപ്പോൾ കുട്ടിയുടെ മാതാവ് പ്രസീത നമ്മളോട് പങ്കുവെക്കുകയാണ്. സർക്കാർ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. തൃപ്തികരമാണോ? തൃപ്തികരമല്ല. കാരണം അവനെ സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അവനെ സത്യം പറഞ്ഞ ജോലിയിൽ തന്നെ പിരിച്ചു വിടണം. അത്രയും ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്. അവർ ശ്രദ്ധിച്ചതാണെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കൈ പോകേണ്ട ആവശ്യം വരില്ലായിരുന്നു. കാരണം ഇത്ര ദിവസവും അവൾക്ക് 2 കൈ ഉണ്ടായിരുന്നു. അവൾക്ക് ഇപ്പോൾ ഒരു കൈ ഇല്ലാണ്ടാകുമ്പോൾ ഭയങ്കര ഇതാണ്. എനിക്ക് തന്നെ കാണാനടക്കം പറ്റണില്ല സത്യം പറഞ്ഞാൽ. അമ്മക്ക് ഇനി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ സർക്കാർ മുന്നിൽ വെക്കാനുണ്ടോ? കുട്ടി ഒരു ചെറിയ കുട്ടിയല്ലേ, കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു. നഷ്ടപരിഹാരം വേണം. പിന്നെ എൻ്റെ മോൾക്കുള്ള പഠിപ്പ് അതെല്ലാം അവർ ഗവൺമെൻറ്റുകാർ തന്നെ ചെയ്തു തരണം ഞങ്ങൾക്ക്. പഠന സഹായം വേണം, പഠന സഹായം എല്ലാം. ഇനി അവൾ വളർന്ന് വരുത 8 വയസ്സ് 9 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇനി അവൾക്ക് വളർന്ന് വരാനുള്ളതൊക്കെ ചെയ്തു തരണം. അപ്പോൾ എങ്ങനെ ജീവിത സാഹചര്യമൊക്കെ എങ്ങനെ? വീടും കാര്യങ്ങളൊക്കെ? വീട് ഞങ്ങൾക്കില്ല. ഞങ്ങൾ വാടക വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വാടക വീട്ടിൽ നിന്നാണ് ഇപ്പോൾ വീണത്. ഞങ്ങൾ അന്ന് കൊണ്ടുവന്ന് അന്ന് കഴിയുന്നവരാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വലിയ ഹോസ്പിറ്റലിൽ നോക്കും. നമ്മൾ ഇപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ളതൊക്കെ. പക്ഷേ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ ഇങ്ങനെ ചെയ്താൽ നമ്മൾ പിന്നെ നാളെ നമ്മൾക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ എങ്ങനെ പോകും? എന്തുറപ്പി പോകും? കാരണം സൂപ്പറിൻ്റെ സാറ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഇതാണെന്നാണ് പറയുന്നത്. സമ്മതിച്ചില്ല. ഫസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ പോയിട്ടില്ല, 25-ാം തീയതി പോയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്രൂഫ് കൊടുത്തപ്പോൾ പിന്നെ അവർ സമ്മതിച്ചു. പിന്നെ 30-ാം തീയതി അങ്ങനെ ഇങ്ങനെ ഓരോന്നും അവർ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാം കൊണ്ടും ഇപ്പോൾ സമ്മതിച്ചല്ലോ അവർ. കാരണം വെളിയിൽ വന്നല്ലോ അത്. കാരണം ഞങ്ങൾ പോയത് അവർ ചെയ്തത് തെറ്റാണെന്നടക്കം അവർ സമ്മതിച്ചല്ലോ. അതേ ഭയങ്കര വലിയ കാര്യം. കാരണം എൻ്റെ മോൾക്ക് സംഭവിച്ചത് നാളെ വേറെ ഒരു കുട്ടിക്ക് സംഭവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള നിയമ നടപടിയും പിന്നെ എൻ്റെ കുട്ടിക്കുള്ള ആനുകൂല്യങ്ങൾ അങ്ങനെയുള്ളത്, എൻ്റെ കുട്ടിക്ക് ജീവിക്കാനുള്ളത് എല്ലാം വേണം. അത് നമ്മൾ ഗവൺമെൻറ്. ഭർത്താവ് കൂലിപ്പണി തന്നെയാണ്. അന്നന്ന് കൊണ്ടുവന്ന് അന്നന്ന് ജീവിക്കുന്നവർ. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ നാളെ പണി ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം പറഞ്ഞാൽ പൈസ വേണ്ടേ നമ്മുടെ കയ്യിൽ? ഇത്രയും വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കുട്ടീൻ്റെ അവസ്ഥ പറഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര ഇതാണ്. കാരണം കൈ പോയില്ലേ, അതിലാണ് ഭയങ്കര ഇത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് മടക്കി വെച്ചിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കൈ അത്ര പഴുത്തല്ലോ. അപ്പം ഞാൻ മടക്കി വെച്ചിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്ന് മിലിഞ്ഞാന്നാണ് കൈ കണ്ടത്. കൈ കണ്ട് അവൾക്ക് അയ്യോ അമ്മ എൻ്റെ കൈ പോയേ പറഞ്ഞ അവൾ ഒരേ കരച്ചിലായിരുന്നു. ഫോട്ടോ വെക്കും. നമുക്കത് പോയി കൈ നമുക്ക് നല്ല പുതിയ കൈ വെക്കാം, വരും കൈ വരും എന്നൊക്കെ ഞങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടീനോട്. നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. വേദന നല്ല വേദനയുണ്ട്. ഇപ്പോൾ ഗ്ലൂക്കോസ് കയറ്റി. ഇന്നലെ ബ്ലഡ് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കയറ്റിയപ്പോൾ കയറിയില്ല. പിന്നെ ഇനി ഒരിക്കൽ കൂടി കയറ്റി. പിന്നെ ഒരിക്കൽ കൂടെ കയറ്റിയിട്ടാണ് കയറിയിട്ട് ഗ്ലൂക്കോസ് ഇപ്പോൾ കയറ്റിക്കൊണ്ടേ ഇരിക്കണം. ഇന്നലെ തൊട്ട് കയറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം വേദന നല്ലോണം ഉണ്ട്. രാവിലെ ആകുമ്പോൾ പനിയില്ല, പക്ഷെ നല്ലോണം ചൂട്. മേലൊക്കെ നല്ല ചൂടുണ്ട്. എന്തായാലും സർക്കാരിനോട് ഇനി മുന്നോട്ട് വെക്കാനുള്ളത് കുട്ടിക്കൊരു പഠന സഹായം, നഷ്ടപരിഹാരം അതൊക്കെ വേണം. വളരെ സാധുവായ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു 9 വയസ്സുകാരിയായ കുട്ടിയുടെ കൈയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർമാരുടെ ചികിത്സാ പിഴവാണെന്ന് ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ പഠനത്തിന് വേണ്ട 9 വയസ്സുള്ള കുട്ടിയാണ്. കേവലം ആ പ്രായം മാത്രമുള്ള ഒരു കുട്ടിക്ക് ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ പഠന ചെലവടക്കം സർക്കാർ ഏറ്റെടുക്കണം. ആ രീതിയിലുള്ള സർക്കാർ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് കുട്ടിയുടെ അമ്മ മീഡിയ വണ്ണോട് പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ മനീഷ് പെരുമണ്ണക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ വൺ, കോഴിക്കോട്.